ഹായ് ഫ്രണ്ട്സ്, ഫ്ലിക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി മൂവി റിവ്യൂസ് പച്ച മലയാളത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ആ പള്ളിയങ്ങാടിയിലെ ടീമോള് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച ലിജോ ജോസ് പെള്ളിശ്ശേരി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് അങ്കമാലി ഡയറീസ്. ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം പൊളിച്ചൂട്ട മക്കളെ. നടൻ കൂടിയായ ചെമ്പൻ വിനോദ് ജോസ് എഴുതിയ ഈ ചിത്രം ഓരോ അങ്കമാലിക്കാരുടെയും ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അങ്കമാലിയിലെ ടീംസൊക്കെ നമ്മുടെ നാട്ടിലെ ടീമുകളാണെന്നും അവർ പിടിക്കുന്ന ഓരോ വള്ളിക്കെട്ടും നമ്മുടെ നാട്ടിൽ ഡെയിലി കണ്ടുവരുന്ന സീനാണെന്നിരിക്കെ ഈ ചിത്രം നമുക്ക് ഏറെ ആസ്വദിക്കാൻ കഴിയും. 86 പുതുമുഖങ്ങളെ വെച്ചാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. നല്ല കട്ട റിസ്ക്കുള്ള പരിപാടിയാണ്. എന്നാലോ നല്ല കട്ട ലോക്കൽ എന്ന ടൈറ്റിൽ കൊടുത്ത് പ്രേക്ഷകനെ ഇത്രയധികം രസിപ്പിച്ചതിന് ലിജോ ചേട്ടന് ഒരു വലിയ കയ്യടി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്കമാലിക്കാരൻ കൂടിയായ വിനോദേട്ടൻ അങ്കമാലിയുടെ സംസ്കാരവും സംഗീതവും ഭക്ഷണവുമെല്ലാം അതേപോലെ വരച്ചു കാണിച്ചത് ഈ ചിത്രത്തെ മികവുറ്റ ഒന്നാക്കി മാറ്റുന്നു. ഈ ചിത്രത്തിലെ എല്ലാ അഭിനേതാക്കളും പുതുമുഖങ്ങളാണെന്നിരിക്കെ അവരുടെ അഭിനയം നമ്മെ വളരെയധികം ഞെട്ടിപ്പിക്കും. ഇതിലെ നായക കഥാപാത്രമായ വിൻസെൻ്റ് പെപ്പെ, വില്ലൻ കഥാപാത്രമായ അപ്പാണി രവി, യൂക്ലാം രാജു, കൂടാതെ മറ്റു കഥാപാത്രങ്ങളായ പോലീസ് ഓഫീസർ ഷാഹുൽ ഹമീദ്, ലിച്ചി, മരൻകുത്തി, ടെന്നമൽ തോമസ് എന്നിവയെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിന് കാരണമോ ഒന്നേ ഉള്ളൂ, അവരുടെ വ്യത്യസ്തമായ അഭിനയ രീതി. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, കലി, ഗപ്പി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ഗിരീഷ് ഗംഗാധരനാണ് അങ്കമാലി ഡയറീസിൻ്റെ ദൃശ്യ മികവിന് പിന്നിൽ. ഈ ചിത്രം മികവുറ്റതാക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അത് ഈ ചിത്രത്തിലെ നാടൻ പാട്ടുകളാണ്. മലയാള സിനിമയിൽ ഒരു പുതിയ സംഗീത വിരുന്നൊരുക്കിയ ആമേൻ എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനായ പ്രശാന്ത് പിള്ളയാണ് അങ്കമാലി ഡയറീസിൻ്റെ ഈണങ്ങൾക്കും താളങ്ങൾക്കും കരുത്തേകിയത്. അടി തമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ, കാശിന്റെ ക്ഷാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിൻ്റെ ചാമം തീർന്നടി തീയമ്മേ. ഇനി കഥയിലേക്ക് വരാം. നായക കേന്ദ്രീകൃത കഥാപാത്ര സിനിമകൾ മലയാള സിനിമയിൽ ഒട്ടനവധിയുണ്ട്. എന്നാൽ അങ്കമാലി ഡയറീസിൽ പെപ്പയിൽ തുടങ്ങുമെങ്കിലും നായകൻ്റെ കൂട്ടുകാരിലേക്കും അങ്കമാലിയുടെ നാട്ടുകാരിലേക്കും ഈ ചിത്രം നീണ്ടു കിടക്കുകയാണ്. ക്യാബേജ് തോരനും മെഴുക്ക് വരട്ടിയതുമെല്ലാം ഒരു അങ്കമാലിക്കാരൻ കഴിക്കാനോ എന്നൊരു ചോദ്യം ഈ സിനിമയിലുണ്ട്. എന്നാലോ ഈ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ആദ്യ അവസാനം വരെ ഈ ചിത്രം കടന്നു പോകുന്നത്. പള്ളിയും പള്ളിപ്പെരുന്നാളും അടിപിടിയും പോർക്കുമെല്ലാം തന്നെ ഈ ചിത്രത്തെ ഒരു കിടിലൻ റിയലിസ്റ്റിക് ചിത്രമാക്കി മാറ്റുന്നു. ഈ ചിത്രം മികവുറ്റതാണെന്നും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണെന്നും പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. അത് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളാണ്. ഒരു ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ച എൻറ്റയർ ക്ലൈമാക്സ് സീൻ. അതേപോലെ ഒരു റിസ്ക് എടുക്കാൻ ലിജോ ചേട്ടന് മാത്രമേ കഴിയൂ. ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ സോങ്ങിൽ തന്നെ എന്താണ് അങ്കമാലി എന്ന് സംവിധായകൻ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുന്ന പ്രണയരംഗങ്ങളിലും കഥ മാറിപ്പോകുന്ന നാട്ടുകാരിലേക്കുമെല്ലാം ഓരോ കഥയും ഓരോ ജീവിതമായി മാറുന്നു. അവയെല്ലാം തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഈ ചിത്രത്തെ ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്. 131 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൽ സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യുന്ന ഒരു ചെറിയ ലാഗ് ഒഴിച്ചാൽ ഇതൊരു ഗംഭീര ചിത്രം തന്നെയാണ്.
ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയ്ക്ക് നമ്മൾ പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് ഒരു വമ്പിച്ച പിന്തുണ നൽകേണ്ടിയിരിക്കുന്നു. അത് തിയേറ്ററിൽ പോയി ഈ ചിത്രം കണ്ടു തന്നെ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി കാണാം. ഗുഡ് ബൈ.